അങ്ങയുടെ ഉപസൈനാധിപന്റെ മൃതദേഹം കൊണ്ടുവന്നതിൽ ഞങ്ങൾക്കും ഖേദമുണ്ട്. വേണാടിന്റെ ധീരനായ ഈ സേനാനിയുടെ മുമ്പിൽ നാം ശിരസ് നമിക്കുന്നു. തിരുമനസിനെ രണ്ടാമതൊരു പ്രാവശ്യം കൂടി കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. കാരക്കോട്ടെ കൊച്ചു ഗ്രൂപ്പിനെ അറിയുമോ? കൊച്ചു ഗ്രൂപ്പിനെ നാം അറിയും. ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ നാട്ടാർക്ക് വേണ്ടി പൊരുതുന്ന കാരക്കോട്ട് കൊച്ചു ഗ്രൂപ്പിന്റെ ജ്യേഷ്ഠനാണെന്ന് അറിയാമോ? ന്യായത്തിനും നീതിക്കും വേണ്ടിയാണ് ഈ മനുഷ്യൻ സ്വന്തം ചേട്ടനെ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായത്. കൊണ്ടുപോകൂ. വേണാട്ട് രാജസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ ശത്രുവിനെ ബുദ്ധിമുട്ടിക്കുന്നത് പാവമല്ലെന്ന് അവിടുന്ന് തന്നെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ശരിയാണ്. ശത്രുവിനോട് ദയ കാണിക്കരുത്. ഒരിക്കലും ചെയ്യില്ല. അധികാരമോഹിയായ രാജാവിനുള്ള പ്രതിഫലം മാത്രമേ തിരുമനസ്സുകൊണ്ട് മോഹിക്കേണ്ടൂ. ശോഭിക്കരുത് തിരുമനസ്സേ. നമ്മ വധിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നാവ് കൊണ്ടാവരുത്, വാളുകൊണ്ടാവണം. വാളൂരി നമ്മുടെ കഴുത്ത് വിട്ടു. എന്റെ കൈകൊണ്ട് അത് സംഭവിക്കില്ല. എന്തുകൊണ്ട്? അച്ഛനെ കൊല്ലാൻ രാമനാമഠത്തിന്റെ പാരമ്പര്യം എന്നെ അനുവദിക്കാത്തത് കൊണ്ട്. ഭാര്യയാക്കിയ സ്ത്രീയെ മുക്കുവർക്ക് പിടിച്ചുകൊടുക്കാൻ അങ്ങേക്ക് കഴിയും. അങ്ങ് രാജാവാണ്. മകളെ മകളെ എന്ന് വിളിക്കാതിരിക്കാൻ അങ്ങേക്ക് കഴിയും. അങ്ങ് മഹാരാജാവാണ്. മകളെ പോലും ആഭാസന്മാരെ കൊണ്ട് മാനഭംഗം ചെയ്യിക്കാൻ അങ്ങേക്ക് കഴിയും. അങ്ങ് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. രാജാവായാൽ പോലും അച്ഛനെ കൊല്ലാൻ രാമനാമഠത്തിലെ പെണ്ണിന്റെ കൈ ഉയരുകയില്ല. അതുകൊണ്ട് സന്ധിയുണ്ടെന്ന് ധരിക്കേണ്ട. എന്റെ പടയാളികൾ അങ്ങയെ കൊല്ലും. എന്റെ കുടുംബത്തിലെ പുരുഷന്മാരെ കഴിവിലേറ്റിയതിന്, എന്റെ അമ്മയെ നശിപ്പിച്ചതിന് ചോരയ്ക്ക് ചോര. അങ്ങയെ കൊന്നെങ്കിലേ ഈ രാജ്യത്ത് നന്മ നടക്കൂ. എന്റെ പടയാളികൾ വരുന്നതിന് മുമ്പ് പശ്ചാത്തപിക്കാൻ അല്പം അവസരം അങ്ങേക്കുണ്ട്. നിങ്ങൾക്ക് പോകാം. ഈ രഹസ്യങ്ങൾ എന്തെങ്കിലും പുറത്തറിഞ്ഞു പോയാൽ തലകലരികളെ. രാമയ്യ, തിരുമേനിയെ മഞ്ചേരി വിളാകത്ത് വീട്ടിൽ തടവിൽ വച്ചിരിക്കുകയാണ്. ഈ അപമാനം നാം എങ്ങനെ സഹിക്കും? ഞാനിനി ജീവിച്ചിരിക്കുകയില്ല. രാജാവിനെയും രാജ്യത്തെയും രക്ഷിക്കുവാൻ ഞാൻ ഒരു മാർഗമേ കാണുന്നുള്ളൂ. ഇംഗ്ലീഷ് കമ്പനിക്കാരുടെ സഹായം നേടുക. ഞാനിതാ പുറപ്പെട്ടു കഴിഞ്ഞു. 50 horses and 100 men with guns. All right. ബാലു, നിങ്ങൾ നമ്മുടെ 1000 കാലാൾപ്പടയെ കൽക്കുളം വഴി നേരെ കിഴക്കോട്ട് നയിക്കും. അറുമുഖമുള്ള കുതിരപ്പടയെ മഞ്ചേരി വിളാകം വഴി നേരെ പടിഞ്ഞാറോട്ട് നയിച്ച് താണുവിന്റെ സൈന്യവുമായി യോജിപ്പിക്കും. ശരി, ഞാൻ ബ്രിട്ടീഷ് പട്ടാളത്തോടൊപ്പം നേരെ കൽക്കുളം ഏലായിൽ എത്തിച്ചേർന്നോളാം. ശരി. നാല് ഭടന്മാർ അകത്തേക്ക് കയറോ. മാർത്താണ്ഡവർമ്മയെ കൊന്നുകളയൂ. അങ്ങനെ വേണാട്ട് രാജവംശത്തിന്റെ അന്ത്യം കുറിച്ചു. അത് കാലത്തിന്റെ ഒരു ആവശ്യമായിരുന്നു. ഉടനെ നാഗർകോവിൽ കൊട്ടാരവും ഉദയഗിരി കോട്ടയും നാം പിടിച്ചടക്കണം. ബ്രിട്ടീഷ് പട്ടാളം നമ്മുടെ താവള ലക്ഷ്യമായി പുറപ്പെട്ടു കഴിഞ്ഞു. ബ്രിട്ടീഷ് പട്ടാളം, അതെ, രാമയ്യന്റെ മേൽനോട്ടത്തിൽ ആയിരക്കണക്കിന് പട്ടാളക്കാർ, 100 കണക്കിന് തോക്കുകൾ. കൊച്ചുഗ്രൂപ്പേ, ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. അതേ തങ്കച്ചി, അവസാനത്തെ യുദ്ധം, നമ്മുടെ രാജ്യത്തെ വിദേശികൾക്ക് അടിയറ വെച്ചവർക്കെതിരായുള്ള അവസാനത്തെ യുദ്ധം.
നമ്മുടെ കുതിരപ്പട്ടാളത്തെ ഉടൻ തയ്യാറാക്കൂ. കാലാൾപ്പടയും ഒളിപ്പോരുകാരും കയ്യിൽ കിട്ടിയ ആയുധങ്ങളും എടുത്തുകൊണ്ട് കൽക്കുളം മുഖമണ്ഡലത്തിലേക്ക് പായട്ടെ.
ജയിച്ചു തിരുമനത്തെ. പൊന്നു തിരുമേൻ രക്ഷപ്പെട്ടു. എല്ലാം രാമയ്യന്റെ ബുദ്ധി കൊണ്ട്. അവിടുത്തെ വധിക്കുവാൻ തങ്കച്ചി അയച്ച 4 പേരിൽ 2 പേർ അടിയന്റെ ചാരന്മാരായിരുന്നു. അവരാണ് ഇവരെ വെട്ടിവീഴ്ത്തിയത്. ഇവിടെ വരൂ. ഇവർ 2 പേരും നമ്മുടെ പട്ടാളക്കാരാണ്. തങ്കച്ചി എവിടെ? വെടിയേറ്റ് മരിച്ചു. രാമയ്യൻ, അവൾക്ക് വേണമെങ്കിൽ എന്നെ ഇവിടെ വെച്ച് വധിക്കാമായിരുന്നു. മകളെ, രാജാധികാരം ആഗ്രഹിച്ച് നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ മകളെ എന്ന് വിളിക്കാൻ ഈ അച്ഛന് സാധിക്കില്ല. എന്റെ മകൾ